ഊഞ്ഞാലാടാം Good morning. എത്തുന്ന പോലെ. Good morning. ഗുഡ് മോർണിംഗ് ടീച്ചർ. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Good morning, ma'am. ഗുഡ് മോർണിംഗ്. Good morning, ma'am. ടീച്ചർ. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. അപ്പൊ അത് മ്യൂട്ട് ആക്കിക്കോട്ടാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തതെന്ന് ഓർമ്മയുണ്ടാവും. മെസ്സേജ് അയച്ചാൽ മതി. ക്ലാസ്സിൽ നമ്മൾ എന്താ എടുത്തതെന്ന് ഓർമ്മയില്ല എല്ലാവർക്കും. എന്റെ ക്ലാസ്സില് Classification of hospital. ഓക്കെ, ക്ലാസിഫിക്കേഷനിൽ നമ്മൾ സൈസ് വെച്ചിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന കാര്യം പറഞ്ഞു. സൈസ് വെച്ചിട്ട് സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ മൂന്നായിട്ട് ക്ലാസിഫൈ ഉണ്ട്. അതേപോലെ തന്നെ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്യേണ്ട മൂന്നായിട്ട് പ്രൈമറി കെയർ ഹോസ്പിറ്റൽ, സെക്കൻഡറി കെയർ ഹോസ്പിറ്റൽ, അതേപോലെ തന്നെ ടെർഷ്യറി കെയർ ഹോസ്പിറ്റൽ. ഇത്രയുമാണ് ഹോസ്പിറ്റൽസ് എന്താ ഡിവൈഡ് ചെയ്യുന്നത് പറഞ്ഞു. രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ ഹോസ്പിറ്റലിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണേ കേട്ടോ. നോക്കാം. ഈ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ ഹോസ്പിറ്റൽ ക്ലാസിഫൈ ചെയ്തെന്ന് വെച്ചാല് ആ ഒരു സ്പെഷ്യാലിറ്റി കെയർ ആയിരിക്കും ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ കാർഡിയാക്കിനെ മാത്രം എന്തായിരിക്കും ഹോസ്പിറ്റലായിരിക്കും. അപ്പൊ കാർഡിയാക്കായിട്ട് റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് അവിടെ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ ആ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. കാർഡിയാക് ഐസിയു, അതേപോലെ തന്നെ കാർഡിയാക്കിന്റെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എല്ലാവരും ആ ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും ഉണ്ടാവും. അപ്പൊ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അങ്ങനെയാണ്. നോക്കാം. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ ഹോസ്പിറ്റൽ ക്യാൻ ബി ഓൾസോ ക്ലാസിഫൈഡ് on the base of clinical specialty they offer. അവർ സ്പെഷ്യാലിറ്റി ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാർഡിയാക് ഹോസ്പിറ്റൽ ഉണ്ട്, അതേപോലെ തന്നെ ക്യാൻസർ മാത്രം ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡെലിവറിയുടെ കേസുകൾ മാത്രം കൊടുക്കുന്നത് ഹോസ്പിറ്റൽസ് ഉണ്ട്, അതേപോലെ കുട്ടികളുടെ മാത്രം ഹോസ്പിറ്റൽസ് ഉണ്ട്. അതേപോലെ ഒരു സ്പെഷ്യാലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ വിച്ച് ഓഫർ കാർഡിയാക് കെയർ ആർ ക്ലാസിഫൈഡ് ആസ് കാർഡിയാക് ഹോസ്പിറ്റൽ. അപ്പൊ കാർഡിയാക് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാർഡിയാക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. വിച്ച് പ്രൊവൈഡ് ക്യാൻസർ കെയർ ആർ ക്ലാസിഫൈഡ് ആസ് ഓൺസോ ഓങ്കോ ഹോസ്പിറ്റൽസ്. അപ്പൊ ക്യാൻസർ മാത്രം അവിടെ ട്രീറ്റ് ചെയ്യുള്ളൂ. പലതരം ക്യാൻസേഴ്സും അവിടെ എന്തുണ്ടാവും ആ ഹോസ്പിറ്റൽസിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഉണ്ട്. A hospital can offer one or more specialty. ഒന്നോ അതിൽ കൂടുതലോ സ്പെഷ്യാലിറ്റീസ് ഓഫർ ചെയ്യണം ഹോസ്പിറ്റൽസിന്. ഒരു സർവീസ് മാത്രമല്ല, ഒരു സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് മാത്രം ഓഫർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് പറയും, സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയും. അത് ഒന്നിൽ കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അവർ നമ്മൾ എന്ത് പറയും, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയും. ഓക്കെ അല്ലേ? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓരോ ഹോസ്പിറ്റൽ, ഇപ്പൊ കാർഡിയാക് ഹോസ്പിറ്റലൊക്കെ എക്സാമ്പിൾ ആണ്. അപ്പൊ അതേപോലെ തന്നെ ഒറ്റ സർവീസ് അല്ലെങ്കിൽ ഒറ്റ സ്പെഷ്യാലിറ്റി മാത്രം ഡീൽ ചെയ്യണമെങ്കിൽ ആ ഹോസ്പിറ്റൽസിന് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനും ഒന്നിൽ കൂടുതൽ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ഉണ്ടെങ്കിൽ അവരെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. ഓൾസോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പെഷ്യാലിറ്റി ദാറ്റ് എ ഹോസ്പിറ്റൽ ഓഫർ ദ ടൈപ്പ് ഓഫ് ദ റിസോഴ്സസ് ആൻഡ് ഇറ്റ്സ് ഓർഗനൈസ്ഡ് ഈസ് ഡിറ്റർമിൻഡ്. അപ്പൊ നമ്മളിപ്പോ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഹോസ്പിറ്റലിൽ ആ സ്പെഷ്യാലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെന്റ്സും എല്ലാ റിസോഴ്സസും അവൈലബിൾ ആയിരിക്കണം, ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ കാർഡിയാക് ഹോസ്പിറ്റൽ. സൗണ്ടിന്റെ ആണോ പ്രശ്നം? മാഡം പ്ലീസ് അൺമ്യൂട്ട് ആളാണെങ്കിൽ നല്ലതായിരിക്കും മാഡം. അതാകുമ്പോ ക്ലിയർ ആയി. അല്ല, ഈ ക്ലിയർ ആവുന്നില്ല മാഡം വോയിസ്. മ്യൂട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് സ്പീഡുള്ള മാതിരി തോന്നുന്നുണ്ട്. അതുകൊണ്ടാണോ? നോക്കട്ടെ. മാഡം കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല മാഡം വോയിസ്. ഓക്കെ, ഞാൻ വോയിസിന്റെ
ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. മാഡം ഓൾ അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ക്ലിയർ ആവും മാഡം വോയിസ്. ആരും എന്നോട് ദേഷ്യപ്പെട്ടല്ലേ, അതുകൊണ്ട് സോറി. ഇനി പറയേണ്ടത് ക്ലിയർ ആണോ എന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഓൾറെഡി ചെയ്യാത്തതിന്റെ ഇരുന്ന പ്രശ്നം ഞാൻ മറന്നു പോയതാണ് കേട്ടോ, സോറി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ ഓരോ ഒരുപാട് ഹോസ്പിറ്റൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു എന്താ പറയുക, സിംഗിൾ സ്പെഷ്യാലിറ്റി സർവീസ് ആണ് ആ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും ഒന്നിൽ കൂടുതൽ ക്ലിനിക്കൽ സർവീസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. അടുത്തത്, അങ്ങനത്തെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞു, വെൽ ഓക്യുപ്പൈഡ് ആയിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ റിസോഴ്സും ആ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്, ഒരു കാർഡിയാക് ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എന്ത് വേണം, കാത്തോ ലാബ്, കാർഡിയാക് ഐസു, അതേപോലെ എല്ലാ കാര്യങ്ങളും അവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഒരു ക്യാൻസർ ആയിട്ട് ട്രീറ്റ് ചെയ്യണ ഹോസ്പിറ്റൽ, ക്യാൻസർ ആയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ എന്ത് വേണം, റേഡിയേഷൻ തെറാപ്പി യൂണിറ്റ്, അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനെയാണ് ഞാൻ പറഞ്ഞത്. ഇത് വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്, ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷനിൽ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണ് ഇത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽസിൽ എന്താ പറയാ, സ്പെഷ്യാലിറ്റി സർവീസ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. ചിലപ്പോൾ ഒറ്റൊരു ട്രീറ്റ്മെന്റ്, സിംഗിൾ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ആയിരിക്കും ആ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ. അങ്ങനത്തെ സിംഗിൾ സ്പെഷ്യാലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനും ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ആണെങ്കിൽ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പറഞ്ഞത്, കാർഡിയാക് കെയർ അല്ലെങ്കിൽ കാർഡിയാക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിന് കാർഡിയാക് ഹോസ്പിറ്റൽസിനും, അതേപോലെ ക്യാൻസർ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് ഓങ്കോ ഹോസ്പിറ്റൽസിനും, അതേപോലെ എക്സാമ്പിൾ നമുക്ക് പ്രഗ്നൻസിയുടെ ഒക്കെ മാത്രം ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സ്പെഷ്യൽ സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ ഇത് പറയുന്നത് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അവർ ആ ഒരു പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ അവരെന്തായിരിക്കും, നല്ല ബെറ്റർ ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ കയ്യിൽ അത്രയും എക്വിപ്മെന്റ് ഉണ്ടാവും. അതേപോലെ നല്ല ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് ആയിരിക്കും ആ ഹോസ്പിറ്റലിൽ അവർ ഡീൽ ചെയ്യുന്നത്. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി മനസ്സിലായോ? മനസ്സിലായ മെസ്സേജ് അയക്കാം കേട്ടോ. മെസ്സേജ് അയക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഹോസ്പിറ്റൽസിന് ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ്, നമ്മുടെ ഹോസ്പിറ്റൽസിന് ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരാണത് റൺ ചെയ്യണേ എന്നുള്ള രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് പബ്ലിക് ഹോസ്പിറ്റൽസ്, ഒന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. ഒന്നെന്താണ് പബ്ലിക് ഹോസ്പിറ്റൽസ്, ഒന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റൽ. പബ്ലിക് ഹോസ്പിറ്റൽ ആരാ റൺ ചെയ്യണേ? നമ്മുടെ ഗവൺമെന്റ് ആണ്. ഓൺഡ് മാനേജ്ഡ് കൺട്രോൾഡ് ബൈ ഗവൺമെന്റ്. ഗവൺമെന്റ് ആയിരിക്കും അതിന്റെ ഓണേഴ്സ്, മാനേജ്മെന്റ് എല്ലാം കൺട്രോൾ ഒക്കെ എന്താണ്, ഗവൺമെന്റ് ആയിരിക്കും. ഏത് ഹോസ്പിറ്റൽസിലെ? പബ്ലിക് ഹോസ്പിറ്റൽസിലെ. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത്. On the basis of ownership, a hospital can be classified as follows. നമ്മുടെ ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മുടെ പബ്ലിക് ഹോസ്പിറ്റൽസിനും പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനും എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ പബ്ലിക് ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല ഗവൺമെന്റ് ഓരോ ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഏറ്റവും പൈസ കുറവിൽ എങ്ങനെ ഒരാളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നാണ് നമ്മുടെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, പബ്ലിക് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ബേസിൽ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് കൺട്രോൾ ഉള്ള ഹോസ്പിറ്റൽസ്. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽ. പിന്നെ മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽ. ദെൻ PSU ഹോസ്പിറ്റൽ, പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ നോക്ക് എന്തൊക്കെയാണെന്ന്. സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലാണെന്ന് പറഞ്ഞെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും അത് കൺട്രോളും ഓണും മാനേജ് ചെയ്യുന്നത്. ആരായിരിക്കും? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. ഹോസ്പിറ്റൽ മാനേജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് സച്ച് ആസ് എയിംസ്, PGM, എക്സെട്ര. എയിംസ് ഇതൊക്കെയാണ് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്.
ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരുമ്പോൾ ദോസ് മാനേജ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ ഏതിൽ വരും? സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിന്റെ കീഴിൽ വരും. സച്ച് ആസ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ. ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ എറണാകുളമാണ്. അപ്പൊ എറണാകുളം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലൊക്കെ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലാണ് വരുന്നത്. Then municipal hospital, those managed by the district administration. മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. എന്താണ് PSUs എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസ്. ഗവൺമെന്റിന്റെ എന്താ പറയാ, ഗവൺമെന്റിന്റെ ഷെയർ ആയിരിക്കും അതിൽ കൂടുതൽ 50%, 51% ആറ് ഷെയർ ആയിരിക്കും ഗവൺമെന്റിന്റെ ഷെയർ ആയിട്ട് വരില്ല. അതിന് കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് ഉണ്ടാവും. അപ്പൊ റെയിൽവേയുടെ ഹോസ്പിറ്റലാണ്, കോൾ ഇന്ത്യ ലിമിറ്റഡ് ഹോസ്പിറ്റൽസ്. അപ്പൊ ഗവൺമെന്റ് യൂട്ടിലിറ്റീസിന്റെ കീഴിലുള്ള അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയണത്? പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാട്ടോ, ഡൗട്ട് ഒക്കെ നമുക്ക് കുറച്ചും കഴിഞ്ഞിട്ട് പറയാം. ഇനി പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റൽസ് അല്ലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഓൺലൈൻ മാനേജ് ചെയ്യുന്ന ആരാണ്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസും ആണ്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ മെയിൻ ആയിട്ട് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത്. ഇത് മിക്കപ്പോഴും ചിലപ്പോൾ ഇൻഡിവിജ്വൽസ് ആവാം. ഒരാൾ തന്നെ ആയിരിക്കും ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഓണറായിട്ട് തന്നെ. ചിലപ്പോൾ എന്തായിരിക്കും? പാർട്ണർഷിപ്പിന്റെ ബേസിലും വരാം. അപ്പൊ നോക്കാട്ടോ. ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്താണ്? ബിസിനസ് പർപ്പസിനായിരിക്കും അവർ ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ദാറ്റ് ഹാവ് ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത്. ഇൻഡിവിജ്വലും പാർട്ണർഷിപ്പിന്റെ ബേസിലും ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ടാകും. ഹോസ്പിറ്റൽ ദാറ്റ് ആർ ഓൺഡ് ബൈ ഇൻഡിവിജ്വൽ ഓർ ഇൻ പാർട്ണർഷിപ്പ്. ഒറ്റ ആള് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിവിജ്വലിന്റെ ബേസിലാണ് ഹോസ്പിറ്റൽ ചെയ്യുന്നത്. പാർട്ണർഷിപ്പിന്റെ ബേസിലാണെങ്കിൽ എന്താണ്? രണ്ടിൽ കൂടുതൽ വ്യക്തികൾ എന്ത് ചെയ്യണ്ടാവും? ബിസിനസ് ചെയ്യണ്ടാവും. ഇനി കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് കമ്പനിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയണത്? കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് NGO, ചാരിറ്റബിൾ ട്രസ്റ്റ്, അതേപോലെ അങ്ങനത്തെ പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ബിസിനസ് റൺ ചെയ്യുന്നത്. ഒരുപാട് NGOs ഒക്കെ ഉണ്ട്. അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവരിലേക്ക് ട്രീറ്റ്മെന്റ് എത്തിക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഇത് വെച്ചിട്ട് എന്നൊരു എന്താ പറയാ എന്നൊരു എയിം വെച്ചിട്ടാണ് NGOs അതേപോലെ ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഒക്കെ ഹോസ്പിറ്റൽസ് നടത്തുന്നത്. അതാണ് നോൺ ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞത് ഏതായിരുന്നു? എയിംസിന്റെ ഫുൾ ഫോം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കറക്റ്റ് ആണ്. PSU എന്ന് പറയുമ്പോൾ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആണ്, യൂട്ടിലിറ്റി അല്ല, അണ്ടർടേക്കിംഗ്സ് ആണ് കേട്ടോ. ഓക്കെ, സ്ക്രീൻ കാണാനുള്ള പ്രശ്നം ആർക്കെങ്കിലും ഉണ്ടോ? മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, കുട്ടിയുടെ പ്രോബ്ലം ആയിരിക്കും കേട്ടോ മോനെ. ഒന്ന് റീജോയിൻ ആയി നോക്കിട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിന് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പബ്ലിക് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്. പബ്ലിക് ഹോസ്പിറ്റൽസ് ആരാണ്? ഓൺ മാനേജ്ഡ് കൺട്രോൾ ബൈ ഗവൺമെന്റ് ആണ് പബ്ലിക് ഹോസ്പിറ്റൽസ്. പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് പബ്ലിക് ഹോസ്പിറ്റൽസ്? അല്ല, പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല, അവർ സർവീസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ പബ്ലിക് ഹോസ്പിറ്റൽസ് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ PSUസിന്റെ കീഴിലുള്ള ഹോസ്പിറ്റൽ, റെയിൽവേ ഹോസ്പിറ്റൽ, കോൾ ഇന്ത്യ ഹോസ്പിറ്റൽ. ഇത് സിമ്പിൾ എക്സാമ്പിൾസ് ആണ്. ഒരുപാട് ഗവൺമെന്റ് PSUസിന്റെ കീഴിലെ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. അവിടെ വെച്ചാൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ആർമി ഹോസ്പിറ്റൽ, നേവിയുടെ ഹോസ്പിറ്റൽസ്, അങ്ങനെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഗവൺമെന്റ് കീഴിൽ കൂടാണ്ട് കേട്ടോ. ഓക്കെ, ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണ് എന്ത്? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസോ. ESI ഹോസ്പിറ്റൽ ഗവൺമെന്റ് കീഴിലുള്ളതാണ്. ഓക്കെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? റൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നത് കേട്ടോ. PSUന്റെ ഫുൾ ഫോം പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. PSU എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഗവൺമെന്റിലായിരിക്കും ആ ഒരു അണ്ടർടേക്കിംഗിൽ ഷെയർ കൂടുതൽ. 51% ഷെയർ ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. അങ്ങനത്തെ ഓർഗനൈസേഷൻസിനെയാണ് PSU എന്ന് പറയുന്നത്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കീഴിൽ വന്ന അതാണെന്ന് വിചാരിച്ചത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോ എന്താ പറഞ്ഞു? പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെ കുറിച്ച് പറഞ്ഞു. എന്താ പറയുക? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഓൺഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഓർഗനൈസേഷൻസ്. അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. ഫോർ പ്രോഫിറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് മെയിൻ എന്താണ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ എയിം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻഡിവിജ്വൽസ് റൺ ചെയ്യാറുണ്ട് ഹോസ്പിറ്റൽസ്, അതേപോലെ തന്നെ പാർട്ണർഷിപ്പിന്റെ ബേസിൽ റൺ ചെയ്യാറുണ്ട്. ഇനി കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനി ആയിരിക്കും അത് എന്ത് ചെയ്യണത്? റൺ ചെയ്യുന്നത്. പിന്നെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ്, NGOs, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ റൺ ചെയ്യണ ഹോസ്പിറ്റൽസിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. സ്പീഡ് ഭയങ്കര കൂടുതലാണോ, അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കിട്ടോ, സ്പീഡ് നോക്ക്. അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇനി നമ്മൾ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ അലോപ്പതിയുടെ ബേസിൽ മാത്രമല്ല ഹോസ്പിറ്റൽസ് ഉള്ളത്, ആയുർവേദത്തിന്റെ കീഴിലുണ്ട്. അതേപോലെ അങ്ങനെ ഒരുപാട് ഇതിലുണ്ട്. ഹോമിയോന്റെ കീഴിൽ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, ആയുർവേദത്തിന്റെ കീഴിൽ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അലോപ്പതിയിൽ മാത്രമല്ല എല്ലാവരും വിശ്വസിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് ആയുർവേദത്തിന്റെയും അതേപോലെ ഹോമിയോപ്പതി, യുനാനി ഒക്കെ ഹോസ്പിറ്റൽസിന്റെ എണ്ണം കുറവാണ്, പക്ഷെ ഡിമാൻഡ് കൂടുതലാണ്. മിക്കവരും നമുക്കൊക്കെ പരിചയമുള്ളവർ കൂടുതലും എന്താണ് ആയുർവേദം ഒരിക്കലും കൂടുതലായിട്ട് അഡോപ്റ്റ് ചെയ്തത്. കാരണം നമ്മുടെ ഇന്ത്യൻ മെഡിസിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ മുമ്പേ ഉണ്ടായിരുന്നൊരു എന്താ പറയാ ഒരു മെഡിസിൻ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവർക്കൊരു വിശ്വാസമാണ് ആയുർവേദം നല്ലതാണ്, സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ആയുർവേദ ഹോസ്പിറ്റൽസും നല്ല ഡിമാൻഡുള്ള ഒരു ഹോസ്പിറ്റൽ മേഖലയാണ്. അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ എന്താ പറയാ ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ അലോപ്പതി ഹോസ്പിറ്റൽസ് ആണ്, അല്ലെങ്കിൽ അലോപ്പതി ഹോസ്പിറ്റൽസ് എന്നാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽസും. എന്നാലും ആയുർവേദ ഹോസ്പിറ്റൽസും അതേപോലെ ഹോമിയോ ഹോസ്പിറ്റൽസ് ഒക്കെ നമ്പറിൽ കുറവാണെങ്കിലും എന്താണ് നമ്പറിൽ കുറവാണെങ്കിലും എന്താണ് എണ്ണത്തിൽ കുറവാണെങ്കിലും പക്ഷെ ഭയങ്കര ഡിമാൻഡാണ് എല്ലാവർക്കും കേട്ടോ. നോക്കാട്ടാ. സിസ്റ്റം ഓഫ് മെഡിസിൻ ഇൻ മോഡേൺ വേൾഡ് അലോപ്പതി ആസ് ദ സിസ്റ്റം ഓഫ് മെഡിസിൻ. നമ്മുടെ മോഡേൺ വേൾഡിലേക്ക് വരുമ്പോൾ അലോപ്പതി ആണ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആയിട്ട് പറയുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ഉള്ളതും അതേപോലെ കുറച്ചും കൂടി ക്രൂഡ് ആയിട്ടുള്ള മെഡിസിൻ ആണ് ഇത് അലോപ്പതി. ഇത് മെയിൻലി യൂസ്ഡ് ആസ് സിസ്റ്റം ഓഫ് മെഡിസിൻ. നമ്മള് പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഏതാണ്? അലോപ്പതി ആണ്. ഹവർ ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി ആർ ഓൾസോ അക്നോളജ്ഡ് സിസ്റ്റം ഓഫ് മെഡിസിൻ. ഇവരുണ്ട്. ആയുർവേദ, ഹോമിയോ, യുനാനി ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. ആർ ഓൾസോ അക്നോളജ്ഡ് ആസ് സിസ്റ്റം ഓഫ് മെഡിസിൻ ആൻഡ് പ്രിഫേർഡ് ബൈ മെനി പീപ്പിൾസ്. ഒരുപാട് ആൾക്കാർ അതിന് വിശ്വസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് ട്രീറ്റ്മെന്റ് എടുക്കണമുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദെയർ പ്രൊമിനന്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ ഹോസ്പിറ്റൽസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിന് സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, ആയുർവേദിക് ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽ, അലോപ്പതി ഹോസ്പിറ്റൽ. 4 അലോപ്പതിയുടെ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ ക്ലാസിഫിക്കേഷനിൽ അവർ പറയാത്തത്. ഏതൊക്കെ ഹോസ്പിറ്റലായിട്ടാണ് സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഹോമിയോപ്പതി, ആയുർവേദ, യുനാനി, അലോപ്പതി. അപ്പൊ നിങ്ങൾ പ്രിന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അലോപ്പതിയുടെ അവിടെ എഴുതി വെക്കാം. ഈവൻ ത്രൂ സച്ച് ഹോസ്പിറ്റൽസ് ആർ ഫ്യൂ ഇൻ നമ്പേഴ്സ്. ഞാൻ പറഞ്ഞു എണ്ണത്തിൽ കുറവാണ് ഈ പറഞ്ഞ ഹോസ്പിറ്റൽസ് ഒക്കെ. നമ്മളിപ്പോ ഒരു 10 ഹോസ്പിറ്റൽ, നമ്മുടെ അടുത്തുള്ള 10 ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വന്നതിൽ ആയുർവേദ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും അലോപ്പതി ഹോസ്പിറ്റൽ ആയിരിക്കും. അല്ലെങ്കിൽ ബാക്കി 8 അലോപ്പതി ഹോസ്പിറ്റലും ഒരെണ്ണം ഹോമിയോപ്പതി ആയിരിക്കും.
എന്താണ് നമ്പേഴ്സ് കുറവാണ് ഇവര്, എണ്ണത്തിൽ കുറവാണ്. പക്ഷേ there is an increase in interest of the people in availing treatment of the system of medicine. പക്ഷെ ഇതിന്റെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. എണ്ണത്തില് ഹോസ്പിറ്റലിന്റെ എണ്ണത്തിന് കുറവാണെങ്കിൽ അവിടെ ചില പേഷ്യൻസ് എന്താണ് കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ മെയിൻ ആയിട്ടുള്ള സിസ്റ്റം ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഓൾ ഓവർ ദ വേൾഡ് എന്താണ് അലോപ്പതി ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ ഇവിടെ പ്രിവെയിൽ ചെയ്ത ഒരുപാട് മെഡിസിൻ നമ്മൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത കുറച്ച് മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതിൽ ആയുർവേദം മെയിൻ, അത് പിന്നെ ഹോമിയോപ്പതി, യുനാനി. ഇതിന്റെയൊക്കെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽ എന്തായിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആയുർവേദ ഹോസ്പിറ്റൽസ്, ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനും ഹോമിയോപ്പതി ഹോസ്പിറ്റൽസിനും, യുനാനി മെഡിസിൻസ് ഡീൽ ചെയ്യുന്ന ഹോസ്പിറ്റൽ യുനാനി ഹോസ്പിറ്റൽസിനും, അതേപോലെ ഇത്രയും ഹോസ്പിറ്റൽസിലായിട്ട് ഡിവൈഡ് ഉണ്ട്. സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ 3 എണ്ണം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ മുകളിൽ അലോപ്പതി ഹോസ്പിറ്റൽസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അലോപ്പതി, ആയുർവേദ, യുനാനി, ഹോമിയോപ്പതി. ഓക്കെ, നമുക്ക് എടുത്തത് എന്താണ്, ആദ്യം എടുത്തത് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ആണ്. നിങ്ങൾക്ക് ഓൾറെഡി യുനാനി എന്ന് പറയുന്ന സിസ്റ്റം ഓഫ് മെഡിസിൻസ് പഠിക്കാനുണ്ട്. അപ്പൊ അത് പഠിപ്പിക്കാൻ ടീച്ചർ ഡീൽ ചെയ്യും. പറ്റില്ല, ഹോസ്പിറ്റൽസിന്റെ പേര് മാത്രമേ പറയാനുള്ളൂ. അതൊരു പ്രത്യേക ട്രീറ്റ്മെന്റ് ആണ്, കുറച്ച് ട്രീറ്റ്മെന്റ് ആണ്, അത് കവർ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ആ പോർഷൻ വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഡീൽ ചെയ്യാണ്ട് ഇങ്ങനെ പറഞ്ഞു മാത്രമേ പോയിട്ടുള്ളൂ. ഈ ഹോസ്പിറ്റൽസിന് ഓരോന്നിനെ കുറിച്ചും അതിന്റെ എന്താ പറയാ ഡേറ്റും, എന്താണ് സ്റ്റാർട്ട് ചെയ്തതെന്നും എത്ര നാളുകാരനും ഇങ്ങനത്തെ ടൈപ്പ് ആണെന്നൊക്കെ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇന്നലത്തെ വീഡിയോ നോക്കിയാൽ ഇന്നലത്തെ ക്ലാസ്സിൽ ഡീൽ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. എന്റെ ടൈം പോകും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതില് നമ്മൾ ഹോസ്പിറ്റൽസിനെ 3 ക്ലാസിഫൈ ചെയ്ത്, 3 ഹോസ്പിറ്റൽസിന്റെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാൻ ഇന്ന് എടുത്തത്. ഏതാണ്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് പറഞ്ഞു. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനും മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിനും എന്ത് ചെയ്യേണ്ടത്, ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പൊ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് പറയുമ്പോൾ അവർ ഒറ്റ എന്തുണ്ടാവുള്ളൂ, സ്പെഷ്യാലിറ്റി സർവീസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രൊവൈഡ് ചെയ്യുള്ളൂ. പിന്നെ മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സ്പെഷ്യാലിറ്റി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതിന് എക്സാമ്പിൾ ആണ് എന്ത്, കാർഡിയാക് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ ഞാൻ കാർഡിയാക് ഹോസ്പിറ്റൽസ് ആണ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ, ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ കാർഡിയാക് ആയിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ റിസോഴ്സും അവിടെ അവൈലബിൾ ആയിരിക്കണം. കാർഡിയാക് ഐസിയു, കാത്ത് ലാബ്, അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ സർവീസും അവിടെ അവൈലബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് എങ്ങനെയായിരിക്കും, ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കണം അവിടെ ഉണ്ടാവാനായിട്ട്. ഏറ്റവും സ്പെഷ്യലൈസ്ഡ്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ ആയിരിക്കണം ആ ഒരു ഡിപ്പാർട്ട്മെന്റ്, ആ ഒരു ഹോസ്പിറ്റലിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാനായിട്ട്. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വേണം അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. സ്പെഷ്യാലിറ്റി സർവീസ് ആയിരിക്കണം നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഇതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് പറയുന്നത്. ഇനി ഓണർഷിപ്പിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഓണർഷിപ്പിന്റെ ബേസിൽ പബ്ലിക് ഹോസ്പിറ്റൽസും പ്രൈവറ്റ് ഹോസ്പിറ്റൽസും. ഇതിൽ ഷോർട്ട് ഫോംസ് വന്നപ്പോഴാണ് നിങ്ങൾക്ക് പ്രശ്നം പറ്റിയത്, ആ ഒരു ഡൗട്ട് വന്നത് അല്ലെ. കുഴപ്പമില്ല, അതിൽ എയിംസ്, PGI, പിന്നെ PSUs ഒക്കെ ഫുൾ ഫോംസ്, ഷോർട്ട് ഫോംസ് ആണ്. അത് നോക്കിയാൽ മതി. മെസ്സേജിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഫോം വന്നിട്ടുണ്ട്. അപ്പം പബ്ലിക് ഹോസ്പിറ്റൽസ് നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് നിന്നാണ് ഓണർഷിപ്പിന്റെ ബേസിൽ ഒരു ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പബ്ലിക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് ആണ് പബ്ലിക് ഹോസ്പിറ്റൽസ്. അതിന് എക്സാമ്പിൾ ആണ് സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ, മുനിസിപ്പൽ ഹോസ്പിറ്റൽ, പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസ്. ഇനി പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ ബേസിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റൽ മാനേജും കൺട്രോളും ചെയ്യുന്ന ആരായിരിക്കും, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഒരു എന്താ പറയാ ഇൻഡിവിജ്വൽസ് ആവാം, പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്രൈവറ്റ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നുണ്ട്, റൺ ചെയ്യുന്നുണ്ട്. അതേപോലെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് ഉണ്ട്. കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റ് കമ്പനിയുടെ കീഴിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. കോപ്പറേറ്റ് കമ്പനിയുടെ കീഴിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. നെക്സ്റ്റ് പറഞ്ഞത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ
ഒരു മിനിറ്റ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഞാൻ ഡൗട്ടിന്റെ കാര്യം ഒന്ന് പറയാട്ടോ. ഞാൻ പറഞ്ഞു തീർത്തിട്ട് എന്ത് ചെയ്യാം, ഡൗട്ട് ക്ലിയർ ചെയ്യാട്ടോ. ഓക്കെ ഓക്കെ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ചില ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒക്കെ കീഴിൽ വന്ന ഹോസ്പിറ്റൽസ് എന്താണ് ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കില്ല എന്ത് ചെയ്യണത്, റൺ ചെയ്യണത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരിക്കും, സർവീസ് എന്നുള്ള രീതിയിൽ ആയിരിക്കും എന്ത് ചെയ്യണത്, അവർ പ്രൊവൈഡ് ചെയ്യണത് കേട്ടോ. സർവീസ് എന്നുള്ള രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്യണത്, പ്രൊവൈഡ് ചെയ്യണത്. അടുത്തതാണ് ഓക്കെ. അപ്പൊ ഇത്രയും രീതിയിലാണ് ഞാൻ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കോൾ ഇന്ത്യ എന്ന് പറയുന്നത് ESI ഹോസ്പിറ്റൽസ് ഒക്കെ എക്സാമ്പിൾ ആണ്, ഗവൺമെന്റിന്റെ കീഴിൽ. ഇനി എക്സാമ്പിൾ ആണ് എടാ, കമ്പനിയുടെ പേരാണ് കോൾ ഇന്ത്യ എന്ന് പറയുന്നത്. PGI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ, ഒരു ഹോസ്പിറ്റൽ ആണത്. ഈ എയിംസ് ഒക്കെ പോലെ തന്നെ ഒരു ഹോസ്പിറ്റലാണ് PGI എന്ന് പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് നമ്മുടെ മെഡിക്കൽ എന്താ പറയാ, മെഡിസിന്റെ ഒക്കെ റിലേറ്റ് ചെയ്യണ ഒരു ഹോസ്പിറ്റലാണ്. PG ഒക്കെ കൊടുക്കുന്ന ടൈപ്പ് ഹോസ്പിറ്റൽസ് ആണ്. പിന്നെ PSU എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ്. ഗവൺമെന്റ് കീഴിൽ വല്ല കമ്പനീസ് ആയിരിക്കും ആ ഹോസ്പിറ്റൽസ് റൺ ചെയ്യണം. ഇപ്പൊ റെയിൽവേ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കീഴിൽ വല്ല ഒരു കമ്പനിയാണ്. റെയിൽവേയുടെ കീഴിൽ വല്ല ഒരു കമ്പനിയാണ് നമ്മൾ എന്ത് പറയണത്, ഓക്കെ മോനെ മെസ്സേജ് അയക്കാം കേട്ടോ. റെയിൽവേയുടെ കീഴിൽ വല്ല ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ അത് എന്താണ്, ഒരു PSU എക്സാമ്പിൾ ആണ്. PSU ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് തന്നെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെഡിക്കൽ ഡിഗ്രി തന്നെയായിരിക്കും. അവിടെ എന്താണ്, പഠിപ്പിക്കുകയാണ് കുട്ടികൾ. ഇപ്പൊ മെഡിക്കൽ കോളേജ് ഒക്കെ പോലെ തന്നെ ഒരു ഹോസ്പിറ്റൽസ് ആണ്. ഇനി എന്താ പറയുന്നത്, സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മെയിൻ ആയിട്ട് അലോപ്പതി ആണ്. അലോപ്പതി ഹോസ്പിറ്റൽസ് ആണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അലോപ്പതി ഹോസ്പിറ്റലാണ്. എന്നാൽ കൂടെ നമ്മുടെ അലോപ്പതി ഹോസ്പിറ്റൽസിന്റെ കൂടെ ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, യുനാനി ഹോസ്പിറ്റൽസും ഉണ്ട്. അവരുടെ നമ്പേഴ്സ് കുറവാണെങ്കിൽ ആൾക്കാർക്ക് ഡിമാൻഡ് കൂടുതലാണ്. അപ്പൊ എന്താണ്, അവിടെയും പേഷ്യൻസ് ഒരുപാടുള്ളതാണ്. ഏത് ഈ പറഞ്ഞ ഹോസ്പിറ്റൽസ് സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ 4 ആയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽസിനെ ഡിവൈഡ് ചെയ്യണേട്ടാ. അപ്പൊ മറക്കരുത്, അലോപ്പതി ഈ ഹോസ്പിറ്റൽസിന്റെ ബേസിൽ തന്നെയാണ് വന്നത്. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ, യുനാനി. ഇനി ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുറച്ച് കാലയളവിലേക്കാണ് നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണമെങ്കിൽ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നമ്മൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അസുഖത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ പോയി അത് ആ അസുഖം മാറുമ്പോൾ നമ്മൾ തിരിച്ചു പോകും. അല്ലെങ്കിൽ ഓപ്പറേഷൻ ആണെങ്കിൽ ഓപ്പറേഷന് മുമ്പ് നമ്മൾ അഡ്മിറ്റ് ആവും, 2 ദിവസം മുമ്പ് അഡ്മിറ്റ് ആവും. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റിന്റെ ടൈം ഉണ്ടാവും. അത്രയും നാൾ അവിടെ സ്റ്റേ ചെയ്തിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക്. കുറച്ച് കാലയളവിലേക്ക് എന്ന് പറയുമ്പോൾ അത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. ഇനി ലോങ് ടൈം ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഒരുപാട് കാലയളവിലേക്ക് എന്നുള്ളതാണ്. 1 മാസത്തിന് മേലെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഹോസ്പിറ്റൽസിനെ നമ്മൾ ഇത് പറയുന്നത് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഇങ്ങനത്തെ ഹോസ്പിറ്റൽസ് വെച്ചാൽ മെന്റൽ ഹോസ്പിറ്റൽസ് നമുക്ക് ഒരുപാട് നാട്ടിലേക്ക്, അതേപോലെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പിന്നെ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് എന്ന് വെച്ചാല് എന്താ പറയാ, പാലിയേറ്റീവ് കെയർ പ്രായമായവര് അവർക്ക് ഇനി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ തോന്നണവരെ നമ്മൾ എന്തെങ്കിലും ആശ്രയ കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റൂലേ പ്രായമായവരാ, അങ്ങനത്തെ ഹോസ്പിറ്റൽസും ഉണ്ട്. പാലിയേറ്റീവ് കെയർ യൂണിറ്റിലേക്കൊക്കെ മാറും. അതാണ് ലോങ് സ്റ്റേ ഹോസ്പിറ്റലില്. ലോങ് സ്റ്റേ ഓക്കെ നോക്കിട്ടാ, ക്ലിയർ ആവണം നോക്കിട്ടാ. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ പറഞ്ഞാൽ 1 മാസത്തിന് മേലെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതിന് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്. 1 to 20 days വരെ സ്റ്റേ ചെയ്യണേന് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നാണ് പറയണത്. ക്ലിയർ ആവണ്ടേ പറയണത്? ഓക്കെ കേട്ടാ, നോക്കാം. On the basis of length of stay generally needed for the patient in the hospital can be classified as long stay hospital and short stay hospital. Okay. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ്. ഈ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ഇൻ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആർ റിക്വയർഡ് ടു
അഡ്മിറ്റഡ് ഫോർ റിലേറ്റീവ്ലി ഷോർട്ട് പീരീഡ്. ചെറിയ കാലയളവിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ 1-2 ദിവസത്തേക്കായിരിക്കും, അല്ലെങ്കിൽ അപ് ടു 20 days വരെയാണെങ്കിലും നമ്മൾ ആ ഹോസ്പിറ്റൽസിന് എന്താ പറയണത്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നാ പറയുന്നത്. കുറച്ച് കാലയളവിലേക്കാണ് ആ ഹോസ്പിറ്റൽസ് കാണുന്നത്. മോസ്റ്റ് ഹോസ്പിറ്റൽ ദാറ്റ് വി സീ ഇൻ അവർ ലൊക്കാലിറ്റി, നമ്മുടെ ഈ ലൊക്കാലിറ്റി കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽസും എങ്ങനത്തെ ഹോസ്പിറ്റൽസ് ആണ്, ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. ചെറിയൊരു കാലയളവിലേക്കാണ് അവരെന്ത് ചെയ്യണത്, ഇവിടെ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യണത്. അവരെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അവർ പോകും. ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ആ ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, ഡിസ്ചാർജ് ആയി പോകും. ഇനി ലോങ് സ്റ്റേയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്, ദീസ് ഹോസ്പിറ്റൽ ഓഫർ കെയർ ദാറ്റ് ജനറലി റിക്വയർ ഇറ്റ്സ് പേഷ്യന്റ് ടു സ്റ്റേ ഫോർ ലോങ് ടൈം. ഒരുപാട് കാലയളവിലേക്കായിരിക്കും ഇവിടുത്തെ ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നത്, പേഷ്യൻസിന് സ്റ്റേ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ ആണ് മെന്റൽ ഹോസ്പിറ്റൽസ്. മെന്റൽ ഹോസ്പിറ്റൽസിലേക്കൊക്കെ പേഷ്യൻസിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 1 മാസം കൊണ്ടൊന്നും നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഒരുപാട് നാളത്തേക്ക്, ചിലപ്പോൾ ഒരുപാട് വർഷത്തേക്കൊക്കെ ആയിരിക്കും ആ പേഷ്യൻസിനെ അവിടെ എന്ത് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യുന്നത്. അതേപോലെ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ടാവും. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസത്തേക്കൊക്കെ ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്, ഓരോ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. നോക്കാം കേട്ടോ. This hospital offer care that generally required its patient to stay for long time. ഒരുപാട് കാലയളവിലേക്കാണ്, such as months or year in a hospital. നമ്മൾ അവിടെ എത്ര നാൾ സ്റ്റേ ചെയ്യും, ഒരു മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാറുണ്ട്. Typically such a hospital will be mental hospitals. അങ്ങനെ ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, മെന്റൽ ഹോസ്പിറ്റൽ. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പിന്നെ ജനറിക് കെയർ യൂണിറ്റ്സ്, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ്, ഇതൊക്കെയാണ് ഏത് ഹോസ്പിറ്റൽസിന്, ലോങ് ടൈം ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ. ഡ്യൂ ടു ലോങ് ടൈം റെസിഡൻഷ്യൽ നീഡ്സ്, ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് സ്ഥിരമായിട്ട് 1 മാസം അല്ലെങ്കിൽ അതിൽ 1 വർഷത്തിൽ കൂടുതൽ താമസിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എങ്ങനെയാണ്, നമ്മുടെ റെസിഡൻഷ്യൽ നീഡ് ഒരു ഹോം ലൈക്ക് എൻവയോൺമെന്റ് ആയിരിക്കും അവിടെ ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ചിലപ്പോൾ നമുക്ക് ഒരു റൂം ഉണ്ടാവും, അതേപോലെ തന്നെ ഒരു റൂം അതിന്റെ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കുമ്പോൾ എന്താണ്, നമ്മുടെ വീടിന്റെ ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ഹോമിന്റെ ഒരു അന്തരീക്ഷം ഒരിക്കലും നമുക്ക് അവിടെ തോന്നുന്നത്. ചില ഹോസ്പിറ്റൽസിൽ എന്താണ്, നമ്മളൊരു വീടിന്റെ ഒരു അന്തരീക്ഷം ഒരിക്കലും നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന് എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസും ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതില് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യണത്, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണത് ഷോർട്ട് ടൈമിലേക്കായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, പിന്നെ പറഞ്ഞതാണ് എത്രയാണ്, 1 to 1 ദിവസം അല്ലെങ്കിൽ 1-ൽ കൂടുതൽ ദിവസത്തേക്ക്, ഒരു ദിവസം മുതൽ 20 ദിവസം വരെ ആണെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് എന്നാ പറയണത്. നമ്മൾ ഇന്ത്യയിൽ കാണുന്നല്ലേ, നമ്മുടെ ലൊക്കാലിറ്റി കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽസും ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ആണ്. ഇനി ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസിലേക്ക് വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ 1 മാസത്തിന് കൂടുതൽ അല്ലെങ്കിൽ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയണത്, ലോങ് ടൈം ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. മെന്റൽ ഹോസ്പിറ്റൽ എന്ന് അതിന് എക്സാമ്പിൾ മെന്റൽ ഹോസ്പിറ്റൽ. മെന്റൽ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്, മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരെ എന്ത് ചെയ്യണ ഹോസ്പിറ്റൽസ് ആണ് മെന്റൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. അതേപോലെ റീഹാബിലിറ്റേഷൻ സെന്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും അഡിക്ഷൻ ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ എന്താ പറയാ, മദ്യത്തിനോട് അഡിക്ഷൻ ഉള്ള ആൾക്കാരെ ആൽക്കഹോൾ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിലായിരിക്കും. അതേപോലെ സിഗരറ്റിനോട് അഡിക്ഷൻ ഉള്ള ആൾക്കാർ, അങ്ങനെ എന്തെങ്കിലും അഡിക്ഷൻ ഉള്ള ആൾക്കാരെ അങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ നമ്മളെ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ചെയ്യാറ്. പിന്നെ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രായമായവരുടെ ആ ആരോഗ്യം ഒന്ന് പരിഗണിക്കുന്ന രീതിയിൽ ഉള്ള ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ ജനറിക് കെയർ സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഈ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവും, അത്യാവശ്യം തീരെ വയ്യാത്ത ഒരു അവസ്ഥയിൽ ആ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി ഓഫ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് സാധാരണ ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റലിൽ പോലെ അഡ്മിഷൻ എടുക്കുക, അതേപോലെ ഡോക്ടേഴ്സിന്റെ റിസപ്ഷൻ ക്യാബിൻസ് അങ്ങനെ ഉള്ളൊരു ഹോസ്പിറ്റൽ അല്ല ലോങ് ടൈം ഹോസ്പിറ്റൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ. ഒരു എന്താ പറയാ, ഹോം ലൈക്ക് ഹോസ്പിറ്റൽസ് ആയിരിക്കും, ഹോംലി എൻവയോൺമെന്റ് ആയിരിക്കും നമ്മുടെ അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അവർക്ക് തോന്നിയിരുന്നത് അവർ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലാണ് എന്നുള്ള രീതി തോന്നാത്തൊരു രീതിയിലായിരിക്കും
അവരെന്ത് ചെയ്യേണ്ടത്? ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണത്. ഇപ്പൊ കേരളത്തിൽ എന്നാലും ജനറിക് കെയർ സെന്റേഴ്സ് ഇപ്പൊ കേരളത്തിലൊക്കെ ഉണ്ട്. പ്രായമായവരെ മക്കള് എന്താ പറയുക ഉപേക്ഷിക്കണമെന്നല്ല കേട്ടോ, അവർക്ക് വേണ്ടിയിട്ടൊരു ഹാബിറ്റേഷൻ സെന്റേഴ്സ് ഒക്കെ പുറം രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെയും ഉണ്ട്. അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റുകളും അവർക്ക് ആവശ്യമുള്ള ഒരു കെയറും സെയിം ഏജിലുള്ള ആൾക്കാരൊക്കെ ആവുമ്പോൾ അവർക്ക് കൂടുതൽ എന്താണ് റിലാക്സേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എന്താ പറയുക ഓൾഡ് ഏജ് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കെയർ സെന്റേഴ്സിനെയാണ് ജനറിക് കെയർ പറയുന്നത്. പാലിയേറ്റീവ് കെയറിലേക്ക് വരുമ്പോ തീരെ വയ്യാത്ത കിടപ്പ് രോഗികളൊക്കെ ട്രീറ്റ് ചെയ്യണ ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് എടുത്തത് എന്താണ്, നമ്മൾ ഈ ചാപ്റ്ററിൽ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസ് ആണ് പറയണത്. അല്ല ഇതുവരെ ക്ലാസ്സിൽ കയറാത്തവരൊന്ന് ശ്രദ്ധിച്ച് നോക്കാൻ ഞാൻ വിളിച്ചൊന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. ചിലപ്പോ ഇതിൽ സ്പീഡ് കൂടുതലായിരിക്കും, എന്നാലും ഇപ്പോഴും പറയണമല്ലോ. അതുകൊണ്ടാണ് നമ്മള് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹോസ്പിറ്റൽസിന് നമ്മൾ 6 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സൈസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ സൈസിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഹോസ്പിറ്റൽസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. സ്മോൾ ഹോസ്പിറ്റൽസ്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്, ലാർജ് ഹോസ്പിറ്റൽസ്. ഈ സ്മോൾ ഹോസ്പിറ്റൽസിൽ വരുമ്പോൾ 30 താഴെ ബെഡ് മാത്രം എങ്ങനെയായിരിക്കും അവൈലബിൾ ആയിരിക്കുള്ളൂ. ഏത് ഹോസ്പിറ്റൽസ്? സ്മോൾ ഹോസ്പിറ്റൽ, ചെറിയ ഹോസ്പിറ്റൽസ് ആയിരിക്കും. അവിടെ 30 താഴെ ബെഡുകൾ ഉണ്ടാവുള്ളൂ. അവിടെ ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും. നമ്മുടെ കയ്യിലുള്ള ഡോക്ടേഴ്സ് ആവട്ടെ, അതേപോലെ ബെഡ് ആവട്ടെ, സ്റ്റാഫ് ആവട്ടെ, എല്ലാ കാര്യവും ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ ലാബോറട്ടറി സർവീസ്, അതായത് റേഡിയോളജി, ഫാർമസി, എല്ലാ കാര്യങ്ങളും പുറത്തു പോകേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് എവിടെ ഉള്ളത്? സ്മോൾ ഹോസ്പിറ്റൽസിൽ ഉള്ളത്. ഇനി മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിലേക്ക് പറയുമ്പോൾ 30 to 100 ബെഡ്. ഇവിടെ ബെഡിന്റെ ആ ഒരു നമ്പർ വെച്ചിട്ടാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. 30 to 100 ബെഡ് ആണ് അവിടെ ഉള്ളതെങ്കിൽ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ആണ്. നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഭൂരിഭാഗം ഹോസ്പിറ്റൽസും മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ആണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസിസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ അകത്ത് തന്നെ ഉണ്ട്. ഇപ്പൊ ലാബോറട്ടറി സർവീസ് ഒക്കെ എവിടെയുണ്ട്? എവിടെയുണ്ട്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിന്റെ ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. ലാർജ് ഹോസ്പിറ്റൽ, ഇതിന് എക്സാമ്പിള് നമ്മുടെ ഡിസ്ട്രിക്ട് ഏതാണ് ആയത്? സ്മോൾ സൈസ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റൽസ്. ലാർജ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിള് നമ്മുടെ മെഡിക്കൽ കോളേജ്, അതേപോലെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഒക്കെയാണ് ലാർജ് ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ. അവിടെ 100 കൂടുതൽ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഒരുപാട് എന്തുണ്ടാവും? റിസോഴ്സും അവൈലബിൾ ആയിട്ട് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും. അതേപോലെ ഒരുപാട് സർവീസും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ റേഡിയോളജി സർവീസ് ആയാലും ലാബോറട്ടറി സർവീസ് ആയാലും ഫാർമസി ആയാലും ഇതെല്ലാം ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. ഈ ലാർജ് ഹോസ്പിറ്റൽസിന്റെ അകത്ത് തന്നെ ഉണ്ടാവും. നെക്സ്റ്റ് ആണ് ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ്, നമ്മുടെയൊക്കെ പഞ്ചായത്തില് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്രൈമറി കെയർ ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾസ് ആണ്. മെയിൻ ആയിട്ട് ഇത് ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ ആണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ പേഷ്യൻസ് വരും, ട്രീറ്റ്മെന്റ് അസുഖമാണെങ്കിൽ അവർ പറഞ്ഞു മരുന്ന് കൊടുത്ത് നമ്മൾ പേഷ്യൻസിന് വിടും. പുറത്തുനിന്നുള്ള പേഷ്യൻസ് മാത്രം നോക്കുള്ളൂ, അഡ്മിറ്റ് ചെയ്ത് നോക്കാറില്ല. അതേപോലെ വാക്സിനേഷൻസ്, മെഡിസിൻ ഫോർ സിമ്പിൾ അലൈൻമെന്റ്, സീസണൽ ഇൻഫെക്ഷൻ, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിൽ അല്ലെങ്കിൽ പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സിമ്പിൾ ഓർഗനൈസേഷൻ ആണ്, ലിമിറ്റഡ് റിസോഴ്സ് ആണ് ഇവരുടെ കയ്യിലുള്ളത്. സെക്കൻഡറി കെയറിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ പ്രൈമറി കെയറിനേക്കാളും കുറച്ചും കൂടി ടോപ്പ് ആയിട്ടാണ് നിൽക്കണം. അതൊക്കെ അത്യാവശ്യം റിസോഴ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സും ഡിവിഷണൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഒക്കെ ഏതൊരു എക്സാമ്പിൾ ആണ്? സെക്കൻഡറി ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾ ആണ്. ഇനി ടേഷ്യറി കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആയിട്ട് ഒരു പ്രൊവൈഡ് ചെയ്യണം. നമ്മൾ മെഡിക്കൽ കോളേജ് പറഞ്ഞില്ല, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ മെഡിക്കൽ കോളേജ് പറയാം. ഏതിന്? ടേഷ്യറി കെയറിന് വേണ്ടിയിട്ട് അവിടെ പല പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹോസ്പിറ്റൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് പറഞ്ഞതാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയുടെ കേസിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പിന്റെ ബേസിൽ പബ്ലിക് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിൽ അലോപ്പതി, ആയുർവേദ, യുനാനി, സിദ്ധ,
ആയുർവേദ ഹോമിയോപ്പതി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ലെങ്ത് ഓഫ് സ്റ്റേയുടെ ബേസിൽ ലാസ്റ്റ് പറഞ്ഞത് ഷോർട്ട് സ്റ്റേ ഹോസ്പിറ്റൽസ് ലോങ് സ്റ്റേ ഹോസ്പിറ്റൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻസിൽ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകുന്നെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഞാൻ ഒരു 2-3 ഇതിൽ വരാൻ പോണ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു നോക്കാം. അപ്പൊ നിങ്ങൾ അതിന് മെസ്സേജ് അയക്കാം കേട്ടോ. ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ മെസ്സേജ് അയക്കാം. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയണതാണ്. അപ്പൊ എന്താണ് വരാൻ ചാൻസ് ഉള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത് കേട്ടോ. ഓൺ ദ ബേസ് ഓഫ് സൈസ് ദ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു, എത്രയാണ് നമ്പർ ആണ് ചോദിക്കുന്നത്. ഓൺ ദ ബേസ് ഓഫ് സൈസ് ദ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 3. അപ്പൊ എങ്ങനെയാണ് ഒരു ഓൺ ദ ബേസ് ഓഫ് സൈസ് ദ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്മോൾ ഹോസ്പിറ്റൽസ് ഉണ്ട്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ഉണ്ട്, ലാർജ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ലാസ്റ്റ് ഓൾ ഓഫ് ദ എബോവ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ക്ലിക്ക് ചെയ്യും? ഓക്കെ, എന്ത് ക്ലിക്ക് ചെയ്യുന്ന ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ കേട്ടോ. ഓൺ ദ ബേസ് ഓഫ് സൈസ് ഓക്കെ ഓൾ ഓഫ് ദ എബോവ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓക്കെ ഇനി എന്താണ് the hospitals that provide hospital with approximately 30 or less beds are generally organized as dash hospitals. The hospitals with approximately provide approximately 30 or less bed. Small hospitals are 30 or less bed ആണ് പറഞ്ഞത്. Small hospitals. ബെഡിന്റെ സൈസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽസ്, ലാർജ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഓൺ ഹോസ്പിറ്റൽ വിത്ത് മോർ ദാൻ 100 ബെഡ്സ് ആർ റെക്കഗ്നൈസ്ഡ് ആസ് ഡാഷ് ഹോസ്പിറ്റൽസ്, ലാർജ് ഹോസ്പിറ്റൽസ്. ഓക്കെ, ഡാഷ് ഹോസ്പിറ്റൽ have resource large amount of resources to handle large number of patient and complex health issue. Large hospitals ആണ്. Okay, PHC are example for dash hospital. PHC are example for dash hospital. PHC primary care hospitals. Okay, cardiac hospital is an example for dash kind of hospital. Cardiac care hospital is example for dash kind of hospital. Options ഉണ്ടെന്ന് വിചാരിക്കാം. എന്താണ് സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽസ്. കാർഡിയാക് ഹോസ്പിറ്റൽ ഏതാണ്? സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. മൾട്ടി സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലായിരിക്കും. സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ്. AIIMS is an example for dash kind of hospital. The state government hospital, central government hospital, municipal hospital, PSC hospital. ഏതാണ് central government hospital? Dash hospitals are managed by the central government. Dash hospitals are managed by central government or state government. Dash hospitals are managed by state government. State government hospitals. Okay, done. The hospitals that are owned and managed by NGOs and charitable organizations. The hospitals that owned and managed by NGOs and charitable organizations. Allah. The hospitals, then choose the not for private hospitals. Not for profit hospitals. Answer not for profit hospitals. Private hospitals കീഴിലാണ് വന്നത്. നമ്മുടെ ഓപ്ഷൻ നോക്കണം ഏത് ഹോസ്പിറ്റൽ ആണ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഹോസ്പിറ്റൽസ് ആണ്. സിസ്റ്റം ഓഫ് മെഡിസിൻ. സിസ്റ്റം ഓഫ് മെഡിസിൻ ദ ഹോസ്പിറ്റൽസ് ആർ ക്ലാസിഫൈഡ് ഇൻടു എന്ന് പറഞ്ഞ ഡാഷ കൊടുത്തിരിക്കുന്നത്. അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ. നൺ ഓഫ് ദിസ് 4 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നമ്പേഴ്സ് ഓക്കെയാണ്, പേരുകൾ ശ്രദ്ധിക്കാം. നോക്കിയ അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദ, പിന്നെ ഓൾ ഓഫ് ദ എബോവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് ക്ലിക്ക് ചെയ്യണം?
ഓളാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. The patient is admitted for a period of 1 to 20 days. The patient is admitted in the hospital for a period of 1 to 20 days. Short time hospitals. Mental hospital is an example of dash hospital. Mental hospital is an example of dash hospital. Long stay hospital. Okay. Rehabilitation centers. 1 minute. Dash hospitals are like a home-like environment rather than hospital. Dash hospital provide rather than a hospital, home-like environment. Long stay hospitals ആണ്. Okay. ഇനി നമുക്ക് കുറച്ച് അബ്രിവേഷൻ പഠിക്കാനുണ്ട്. നോക്കാം എല്ലാവരും പോർഷനിലേക്ക് നോക്കാം. PHCHC പ്രൈമറി ഹെൽത്ത് സെന്റർ, ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആണ്. എന്താണ് PHC എന്ന് പറയുന്നത്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ്. ശ്രദ്ധിക്കണം. നോക്കി, പ്രൈമറി ഹെൽത്ത് സെന്റർ അല്ല, പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആണ്. നമുക്ക് മാറിപ്പോകും. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ഓപ്ഷൻ ഉണ്ടാവും ചിലപ്പോൾ. നമ്മൾ എന്ത് ക്ലിക്ക് ചെയ്യുള്ളൂ? പ്രൈമറി ഹെൽത്ത് സെന്റർ ആണല്ലോ, ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യുള്ളൂ. തെറ്റാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. FHC ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ്. FHCയുടെ ഫുൾ ഫോം ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. അവിടെ കെയർ ഇല്ല, ഫാമിലി ഹെൽത്ത് സെന്റേഴ്സ് ആണ്. CPHC കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. കോംപ്രിഹെൻസീവ് പ്രൈമറി ഹെൽത്ത് കെയർ ആണ്. SWAAJ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ്. എയർ വഴി പഠന സുഖങ്ങൾക്കുള്ളൊരു ഹോസ്പിറ്റൽസ് ആണ്. എന്താ വെച്ചാൽ സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ടു എയർവേ ഡിസീസ് എന്താണെന്നൊന്നും പഠിക്കാനില്ല. ആ പോയിന്റ്സും ആ ഫുൾ ഫോമും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഇനി COPD ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസസ്. ഓക്കെ. ASHA ആക്സിഡബിൾ സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്. പിന്നെ AWW അത് നമുക്ക് എടുത്ത് ചോദിക്കാറുണ്ട്. അംഗനവാടി വർക്കേഴ്സിനെയാണ് AW അല്ലെങ്കിൽ W എന്ന് പറയുന്നത്. അംഗനവാടി വർക്കേഴ്സ്. WHSNC വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. വാർഡ് ഹെൽത്ത് സാനിറ്റേഷൻ ആൻഡ് ന്യൂട്രീഷൻ കമ്മിറ്റി. ഇത് നമുക്ക് 1 വേർഡ്സിൽ വരും. ഇങ്ങനെ അബ്രിവേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചാപ്റ്ററിന്റെ അവസാനം ഇതിലുണ്ട്. ഓരോ ചാപ്റ്ററിലും മിക്കവാറും ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ പഠിച്ചു പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ. അപ്പൊ ഓരോന്ന് ഫുൾ ഫോം മാത്രമേ ഉള്ളൂ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നും പഠിക്കാനില്ല. അപ്പൊ അത് ഫുൾ ഫോം മാത്രം അതൊക്കെ പഠിച്ചു വെക്കാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഞാൻ എക്സാമ്പിൾ ചോദിക്കാൻ കേട്ടോ. ഇതാണ് വീണ്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. AWW എന്താണ്? AWW എന്ന് വെച്ചാൽ എന്താണ്? ഫുൾ ഫോം ഓഫ് AWW അംഗനവാടി വർക്കേഴ്സ്. മറക്കൂല. ഇനി PHCയുടെ ഫുൾ ഫോം എന്താണ്? PHCയുടെ ഫുൾ ഫോം പ്രൈമറി. തെറ്റിയിട്ട് അതെവിടെ തെറ്റിയിട്ടുണ്ട്? പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് ആണ്. ഹെൽത്ത് സെന്റേഴ്സ് എന്നായിരിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യണത്. തെറ്റെടുത്ത് പ്രൈമറി ഹെൽത്ത് കെയർ സെന്റേഴ്സ് ക്ലിക്ക് ചെയ്യണോട്ടാ. അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെന്റേഴ്സ് തന്നെ ഇപ്പൊ തന്നെ പറഞ്ഞു മാറിപ്പോവും. ഹെൽത്ത് സെന്റേഴ്സ് നമ്മളോ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ കേട്ടോളം അങ്ങനെയാണ്. പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് എന്നാണ് നമ്മുടെ അടുത്തുള്ളത്. ഹെൽത്ത് കെയർ സെന്റേഴ്സ് തന്നെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ. ഇനി നമ്മുടെ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണോണ്ട് എന്റെ അടുത്ത്. ഞാൻ മ്യൂട്ട് ഓൺ മ്യൂട്ട് ഇത് ചെയ്യാം. ഓരോരുത്തരും ചോദിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് വോയിസ് ക്ലിയർ ആയിരിക്കില്ല കേട്ടോ. ഓരോരുത്തരും മെസ്സേജ് അയക്കാം. ഞാൻ ആരും വിളിക്കാം. എന്താ ഡൗട്ട് ഉള്ളവര് മെസ്സേജ് അയക്കാം. ഞാൻ ആരും വിളിക്കാം. ഓക്കെ. അവരേടാ ഡൗട്ട് ഉള്ളവരൊന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് എന്തെങ്കിലും ഒരു ഹായ് അങ്ങനെ അയക്കണമെങ്കിൽ ഞാൻ അവരുടെ പേര് വിളിക്കാം. അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളവർ പറഞ്ഞാലും മതി. ക്ലാസിഫിക്കേഷന്റെ ബേസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ഡൗട്ട് ഇല്ല ആർക്കും? നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റൂലേ? ഞാൻ ഇപ്പൊ ഓൾറെഡി പറഞ്ഞല്ലോ
ഇതിലുണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ. സ്പീഡ് കൂടുതലായിരുന്നു എനിക്ക് തോന്നുന്നത് സ്പീഡ് കൂടുതലാന്ന് തോന്നിയത് മിക്കവാറും എന്റെ ആദ്യത്തെ ക്ലാസ് ആയിട്ട് കയറിയവർക്കായിരിക്കും സ്പീഡ് കൂടുതലാന്ന് തോന്നിയത്. കാരണം സ്പീഡ് ഉണ്ട്, നിങ്ങൾ പറഞ്ഞാൽ മതി സ്പീഡിൽ കൂടുതലാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മതി സ്പീഡിൽ കൂടുതലാണെന്നുള്ളത്. ഓക്കെ. ഇന്നത്തെ ക്ലാസ് നല്ല സ്പീഡായിരുന്നു. അതിന്റെ മുന്നത്തേത് കുഴപ്പമില്ല, നല്ലപോലെ മനസ്സിലാക്കാൻ. എനിക്ക് കുറച്ചുകൂടി അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിഞ്ഞ ക്ലാസ് പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ എടുത്തേട്ടാ. അപ്പൊ നിങ്ങൾക്കൊരു ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതുവരെ പഠിപ്പിച്ചതിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ടീച്ചറുടെ ക്ലാസ് നല്ല കറക്റ്റ് ആയിരുന്നു, നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കി പോവാൻ കഴിയുന്നു. പക്ഷെ ഇന്ന് നല്ല സ്പീഡ് ആയിട്ടാണ് തോന്നിയത്. നോക്ക്, എനിക്ക് ആ പോർഷൻ എടുത്തുകൊണ്ടായിരുന്നു സ്പീഡ്. ഭയങ്കര സ്പീഡായിരുന്നു മാഡം. ഓക്കെ, മാക്സിമം ഞാൻ കുറയ്ക്കാൻ നോക്കാം. ഒന്നാമത്തെ ടോണാണ് സ്പീഡിലായിരിക്കും ബെറ്റർ പറയുന്നത്. ഡൗട്ട് ഉണ്ടോ കാര്യം ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതോ മനസ്സിലാകാത്തതോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനല്ല, പിന്നെ പറഞ്ഞപ്പോ ക്ലിയർ ആയി. എനിക്ക് തോന്നി സ്പീഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങളോട് ഡിസ്കസ് ചെയ്തില്ല, പക്ഷെ ബാക്കിയുള്ള ബാച്ചിലൊക്കെ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളോട് പറഞ്ഞു കൊടുക്കാന്നപ്പോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ഡൗട്ട് വരുമോ? അല്ല, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് സ്ലോ ആയിട്ട് എടുത്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ എടുത്തേട്ടാ. നമ്മുടെ ഈ ഹോസ്പിറ്റൽസിന്റെ ബേസ് ചെയ്യാം, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്ന ഹോസ്പിറ്റൽ ഡൗട്ട് ആണ് അങ്ങനെ എന്തെങ്കിലും ചോദിക്കുക. ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയെ കുറിച്ചൊന്ന് പറയാമോ? എന്താണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റിയെ കുറിച്ചൊന്ന് പറയാമോ? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അവിടെ സ്പെഷ്യാലിറ്റി സർവീസുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരും അതേപോലെ എക്സ്പെർട്ട് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും ആ ഹോസ്പിറ്റൽസിൽ ഉണ്ടാവുന്നത്. ആദ്യ ഹോസ്പിറ്റൽസിൽ നമ്മൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അവിടെ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ചിലപ്പോൾ സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ടാവാം. സ്പെഷ്യാലിറ്റി ഒരു മിനിറ്റ് ഒറ്റ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ്, ഒറ്റൊരു കാര്യം കൊണ്ട് ഡീൽ ചെയ്യണമെങ്കിൽ സിംഗിൾ സ്പെഷ്യാലിറ്റി. ഒറ്റ കാർഡിയാക്കിന്റെ മാത്രമാണ് ഹോസ്പിറ്റൽ, കാർഡിയാക്കിന്റെ മാത്രം കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കാർഡിയാക് ഹോസ്പിറ്റൽസ് എന്ന് പറയും. ഇനിയിപ്പോ ഒന്നിൽ കൂടുതൽ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ ഇതേപോലത്തെ സ്പെഷ്യാലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്ന് പറയും. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഒറ്റതാണെങ്കിൽ കാർഡിയാക് ഹോസ്പിറ്റൽസ്, അതേപോലെ അങ്ങനെ ഒരു പേര് പറഞ്ഞിട്ടായിരിക്കും ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നത്. കാർഡിയാക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടായിട്ട് റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങളാണ് കാർഡിയാക് ഹോസ്പിറ്റൽസ് ഡീൽ ചെയ്യുന്നത്. വേറെ ഏതെങ്കിലും ഒന്ന് വായിച്ചു നോക്കി, എല്ലാവരും ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കി, ആദ്യം മുതലൊന്ന് വായിച്ചു നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഞാനിവിടെ തന്നെ ഉണ്ട്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു കേട്ടോ. മാം, മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് ഒന്നുകൂടി പറയാമോ? ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്യണല്ലോ, ഫുൾ ഫോം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇപ്പൊ പറയാം കേട്ടോ. കാത്ത് ലാബിന്റെ ഫുൾ ഫോം ആണ് കാർഡിയാക്
ഏതാണ് മോൻ ചോദിച്ചത്? ഏതാ ചോദിച്ച ക്വസ്റ്റ്യൻ ഇപ്പൊ ചോദിച്ചില്ലേ? മുനിസിപ്പൽ ഹോസ്പിറ്റൽസ്. മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ഹോസ്പിറ്റൽസിലാണ് മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമ്മുടെ ഏതാണോ നമ്മുടെ മുനിസിപ്പാലിറ്റി അതിന് കീഴിൽ വരുന്ന ഹോസ്പിറ്റൽസ് ആയിരിക്കും മുനിസിപ്പൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. മാനേജ്ഡ് ബൈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നില്ലേ? അത് നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ കീഴിലായിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അതേപോലെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ തന്നെയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിൽ തന്നെയാണ്. അപ്പൊ മുനിസിപ്പൽ ഹോസ്പിറ്റൽ എന്തിന്റെ കീഴിലാണ്? ഡിസ്ട്രിക്ട് ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും വന്നത്. ഓക്കെ, താങ്ക് യു. പിന്നെ എന്തായിരുന്നു ഫുൾ ഫോം? PSUന്റെ ഹോസ്പിറ്റൽസ്. PSU ഹോസ്പിറ്റൽ പബ്ലിക് സെക്ടർ യൂട്ടിലിറ്റീസിന്റെ കീഴിൽ വന്ന ഹോസ്പിറ്റൽസിനെയാണ് PSU ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. റെയിൽവേ ഹോസ്പിറ്റൽസ് ഒക്കെ ഒരു എക്സാമ്പിൾ ആണ്. കാൽക്കുലേഷൻ കാർഡിയക് പറഞ്ഞല്ലോ, മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. എയിംസിന്റെ ഫുൾ ഫോം ഇപ്പോഴും കിട്ടിയില്ലെങ്കിൽ ഇത് പഠിച്ചോടെ എല്ലാവരും. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് എയിംസ് കേട്ടോ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മാം എയിംസിന്റെ ഫുൾ ഫോം ഒന്നും കൂടെ പറയോ? ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. ഡൗട്ട് ഇല്ല എല്ലാവർക്കും? താങ്ക് യു.